ഇനിയും വിഷ്ണുട്ടൻ കഴിച്ചിട്ടില്ലെങ്കിലോ? വിഷ്ണുട്ടൻ അവിടെ ഇരുന്ന് കഴിക്കേണ്ട ആളല്ല. വിഷ്ണുട്ടനെ എവിടെ ഇരുത്തി കഴിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും എനിക്കുണ്ട്. മാഡം പറ. എന്താ ബിരിയാണി കഴിക്കാത്ത? ഇയാള് കഴിച്ചോ? ഇല്ല, വിഷ്ണുട്ടൻ കഴിച്ചോന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ശരി, ഞാൻ കഴിച്ചോളാം, താൻ കഴിച്ചോ. എന്നാ പിന്നെ ഇങ്ങോട്ട് വന്നേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഏയ് അതൊന്നും വേണ്ട. കളക്ടർക്കൊപ്പം ഇരുന്നിട്ട് ഡ്രൈവർ ഭക്ഷണം കഴിച്ചെന്ന് വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. വിഷ്ണുട്ടൻ ഇങ്ങ് വാ, അങ്ങനെയൊന്നും ആരും പറയാൻ പോകുന്നില്ല. എടോ എന്നാലും വേണോ? വിഷ്ണുട്ടൻ ഒന്നും പറയണ്ട, വിഷ്ണുട്ടൻ വന്നിട്ട് ഞാൻ കഴിക്കും. ശരി, ഇനിയിപ്പോ ഞാനായിട്ട് തന്റെ ഉച്ചഭക്ഷണം മുടക്കിന്ന് പറയണ്ട, ഞാനിപ്പോ അങ്ങോട്ട് വരാം. എല്ലാം നമുക്ക് വേണ്ടിയാ അവർ ഈ അപകടത്തിലേക്ക് എടുത്ത് ചാടിയിരിക്കുന്നത് വരെ. അവനവനായിട്ട് ഉണ്ടാക്കിയതൊക്കെ അവനവനായിട്ട് അനുഭവിക്കുക തന്നെ വേണം. അതെ, പ്രകൃതി നിയമോ. കൊടുത്താ കൊല്ലത്തും കിട്ടുന്നൊരു ചൊല്ലുണ്ട്. നിന്റെ മനസ്സിൽ എന്താ പാമേ? കരിങ്കൽ കൊണ്ടാന്നോ ഉണ്ടാക്കിയേക്കുന്നേ? ആ രോഹിത്തോട് അന്ന് സ്വത്തെല്ലാം തിരികെ ഏൽപ്പിച്ച് മാപ്പം പറഞ്ഞല്ലേ? പിന്നെ എന്തിനാ ഈ വാശിയും കടുംപിടുത്തവും ഒക്കെ? അയ്യോ, എനിക്ക് ഒരാളോട് ഒരു വാശിയില്ല, ഒരു കടുംപിടുത്തത്തിന് ഞാൻ നിൽക്കുന്നുമില്ല. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള മറ്റൊരു കാര്യമാ. അത് ശരി, ഇനിയിപ്പം സ്വസ്ഥത ഉണ്ടാക്കാൻ വേറെ കാര്യമുണ്ടോ? ഓ, സത്യയുടെ അച്ഛനെ ഞാൻ അന്ന് കണ്ടിരുന്നു, അന്ന് സ്കൂൾ ഫംഗ്ഷനിൽ വെച്ച്. അതിപ്പോ പറയാൻ കാര്യം എന്തുവാ? ആ കൊച്ചിന്റെ അച്ഛനെ പിന്നീട് എന്താ വരാഞ്ഞത്? അതിനിപ്പോ ഞാനെന്താ പറയാനാ? നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ എനിക്കും അറിയത്തുള്ളൂ ഭാമേ. ഇതിലെന്തൊക്കെയോ കള്ളക്കളികളുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും എന്തൊക്കെയോ അറിയാം. നിങ്ങൾ എന്നെ ഒന്നും അറിയിക്കാത്തതാ. ഈ സത്യഭാമയെ നിങ്ങൾ എന്തൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും, എന്തൊക്കെ കള്ളക്കളികൾ എനിക്കെതിരെ നടത്തിയാലും, യഥാർത്ഥ സത്യം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അത് നിങ്ങൾ ഓർത്തോ? കേട്ടല്ലോ? ഇതൊക്കെ എന്നോട് പറഞ്ഞെന്തോ കാര്യം? ഇതൊക്കെ ഇപ്പൊ തന്നെ ഞാനങ്ങ് മറന്നു പോവും. അതാ എന്റെ അവസ്ഥ. ഓ, ഇങ്ങനൊരു മനുഷ്യൻ, ഒരു മഹാത്മാവ്. ഈ ചായ കുടിക്കേ. ഇത് ക്യാൻറ്റീനിലെ ചായ അല്ലേ? എനിക്ക് വേണ്ട രോഹിത്. ഇപ്പൊ ഈ ചായ കുടിക്കേ, വൈകുന്നേരം ആവുമ്പോ നമുക്ക് നല്ല ചായ പുറത്തുനിന്ന് വാങ്ങാം. അല്ല, രോഹിത് കുടിച്ചു നോക്കിയായിരുന്നോ? വെറുതെ പച്ച വെള്ളത്തിൽ പാല് ചേർത്ത് ചൂടാക്കി തന്നിരിക്കുക. അത് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കി കുടിക്കുന്ന പോലെ ഇവിടെ കിട്ടുവോ? ഇത് ഹോസ്പിറ്റലാ, കുറച്ചല്ല കുറച്ചധികം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കുടിക്കേ. എനിക്ക് വേണ്ട. അല്ല, ആ നേഴ്സ് പറഞ്ഞ മരുന്ന് വാങ്ങിച്ചായിരുന്നോ? അത് ഇവിടുത്തെ ഫാർമസിയിൽ ഇല്ല, പുറത്തുനിന്ന് വാങ്ങണം. തന്നെ ചായ കുടിക്കേ, എന്തായാലും ഞാൻ വാങ്ങിയതല്ലേ.
ഒരു ടേസ്റ്റും ഇല്ലല്ലോ. ഹാ, അത് പിന്നെ ക്യാൻറ്റീനില് ഇങ്ങനെയുള്ള ചായയല്ലേ കിട്ടൂ. നീ വെറുതെ വാശി പിടിക്കാതെ കുടിക്കേ.